الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله حيثما كنتم. ദീപുതല മുജാഹിദ് സമ്മേളനത്തിൻ്റെ ഔദ്യോഗികമായി 3 ദിവസം പ്രഖ്യാപിച്ച ഈ സമ്മേളനത്തിൻ്റെ സമാപന ദിവസത്തിലെ ഉജ്ജ്വലമായ ഒരു സമാപന പ്രസംഗത്തിനു വേണ്ടി കാതോർക്കുന്ന വേദിയാണിത്. ദ്വീപിലെ പൊന്നാനി എന്നറിയപ്പെടുന്ന ഈ കിൽത്താനിൻ്റെ ഏറ്റവും മനോഹരമായ ഈ ബീച്ചിൽ ഇവിടുത്തെ പഞ്ചായത്ത് ഒരുക്കിയ ഈ മനോഹരമായ വേദിയിൽ ഈ സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ച ഞങ്ങളുടെ ആദരണീയനായ അധ്യക്ഷൻ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാനതല പ്രസിഡന്റ് PN അബ്ദുൽ ലത്തീഫ് മദനി അവറുകൾ, ഈ ആദർശ പ്രബോധന രംഗത്ത് മലയാളികൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക പ്രദേശങ്ങളിലും അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്ത് എത്തിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ കൂട്ടത്തിൽ ഓരോ പ്രബോധകന്മാരും ഓടിയെത്താറുണ്ട്, അതിനുവേണ്ടി പരിശ്രമിക്കാറുണ്ട്. അതിൽ മുന്നിൽ നിൽക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർക്ക് തൗഹീദിൻ്റെ വെളിച്ചം കിട്ടാൻ സർവശക്തനായ അള്ളാഹു ഒരു കാരണക്കാരനാക്കി നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് നമ്മോടൊപ്പം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ ഹുസൈൻ സലഫി അവറുകൾ ഇവിടെ ഉദ്ഘാടന ഭാഷണത്തിൽ സൂചിപ്പിച്ച പോലെ ഈ കൊച്ചുദ്വീപിലേക്ക് ഞങ്ങളുടെ കൂടെ എത്തിയ ഷാഫി സബാഹിയും സുബൈർ സലഫിയും ഫളുൽ ഹഖ് ഉമരിയും സഫ്വാൻ ബറാമി അൽ ഹക്കമിയും അതിലുപരി ലക്ഷദ്വീപ് റിലീഫ് ഫോറത്തിൻ്റെ ഭാരവാഹികളായ സ്വാഗതം പറഞ്ഞു സംസാരിച്ച അതിൻ്റെ സെക്രട്ടറി കുഞ്ഞിക്കോയ സാഹിബ്, അതിൻ്റെ അധ്യക്ഷൻ ഷറഫുദ്ദീൻ സാഹിബ്, അവർ രണ്ടുപേരും ചേർന്നാൽ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. അതിന് താങ്ങായി തണലായി നിൽക്കുന്ന വ്യത്യസ്തമായ ദ്വീപുകളിലെ സജീവരും സക്രിയരുമായ പ്രവർത്തകന്മാരെ, ഈ സമ്മേളനം നടക്കുന്ന കിൽത്താൻ ദ്വീപിലെ ദഅവത്തുമായി കടമത്തു നിന്ന് ഇവിടെ എത്തിയപ്പോൾ എല്ലാ നിലക്കും അതിനെ വെറുപ്പോടുകൂടി നോക്കിക്കാണുന്ന ഒരു സമൂഹത്തിൻ്റെ മുന്നിലേക്ക് അറിവില്ലായ്മ കൊണ്ടാണ്, മനസ്സിലാവാത്തത് കൊണ്ടാണ്. എന്നാൽ അവർ വരുന്ന ബോട്ട് സ്വീകരിക്കാൻ ബോട്ട് ജെട്ടിയിലേക്കെത്തി അവർക്ക് വെള്ളം നൽകി സ്വീകരിച്ച് ഈ തൗഹീദിൻ്റെ ശബ്ദം ഈ കൊച്ചുദ്വീപിൽ എത്താൻ വേണ്ടി പരിശ്രമിച്ച ചില ആളുകളുടെ പേരുകൾ ഇവിടെ പറഞ്ഞു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരൊക്കെ മരിച്ചുപോയി എന്നാണ് മനസ്സിലാവുന്നത്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദ്വീപിൽ ഇത്രത്തോളമെങ്കിലും തൗഹീദിന്റെ വെളിച്ചമെത്താൻ പണിയെടുക്കുന്ന കുറേ സാധാരണക്കാരിവിടെയുണ്ട്.
എല്ലാവരുടെയും പേര് പറയുക എന്നത് പ്രായോഗികമല്ലാത്തത് കൊണ്ട് ഞാൻ അവിടേക്ക് കിടക്കുന്നില്ല. സ്റ്റേജിലും സദസ്സിലുമൊക്കെയായി അവർ ഇരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഞങ്ങളൊക്കെ ഈ സ്റ്റേജിൽ കയറി സംസാരിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെയൊക്കെ പേര് നിങ്ങൾക്കറിയും. പക്ഷേ ഞങ്ങളെക്കാളേറെ ഓരോ വീടിൻ്റെ വാതിൽക്കലും ചെന്ന് മുട്ടി വിളിച്ച് ഇവിടെ നടക്കുന്ന സമ്മേളനത്തിന് കാതോർക്കണമെന്ന് പറയാൻ, വടിയോരങ്ങളിൽ വെച്ച് കാണുമ്പോഴൊക്കെ ഞങ്ങളുടെ ഒരു സമ്മേളനമുണ്ട്, ഒന്ന് കേൾക്കണമെന്ന് പറയാൻ, ഞങ്ങളുടെ സമ്മേളനത്തിൻ്റെ ഒരു നോട്ടീസാണൊന്ന് വായിച്ചു നോക്കണമെന്ന് പറയാൻ ഓടി നടന്ന സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളായ ഇവിടെ കൊച്ചു കൊച്ചു ഏർപ്പാടുകളും പണികളുമായി മുന്നോട്ട് പോകുന്ന പാവപ്പെട്ട ഞങ്ങളുടെ പ്രവർത്തകന്മാരുണ്ട്. അല്ലാഹുവേ, അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ കുടുംബങ്ങളിൽ ഇന്നും ഈ തൗഹീദിന്റെ വെളിച്ചം കിട്ടാത്തവരുണ്ട്. ഭർത്താവ് തെറ്റിപ്പോയി എന്ന് വിചാരിക്കുന്ന അവരുടെ ഭാര്യയുണ്ട് വീട്ടിൽ. ഞങ്ങളുടെ ഉപ്പ പിഴച്ചുപോയി എന്ന് വിചാരിക്കുന്ന മക്കളുണ്ട് ആ വീട്ടിൽ. എൻ്റെ മൂത്ത മകൻ പിഴച്ചുപോയി എന്ന് വിചാരിക്കുന്ന മാതാപിതാക്കളുണ്ട് ആ വീട്ടിൽ. അറിവില്ലായ്മ കൊണ്ടാണ്. നിങ്ങൾ ദൂരെ നിന്ന് 3 ദിവസത്തെ സംസാരങ്ങൾ കേട്ടു. സമ്മേളനം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം അതിൻ്റെ പ്രചാരണം എന്ന നിലയ്ക്ക് ഇവിടെ 2 സംസാരങ്ങൾ ഇതിന് പുറമെയും നിങ്ങൾ കേട്ടു. പ്രിയപ്പെട്ടവരെ, എന്താണ് മനുഷ്യത്വ വിരുദ്ധമായി ഇവിടെ സംസാരിച്ചത്? രാജ്യവിരുദ്ധമായി എന്തെങ്കിലും സംസാരിച്ചോ? അള്ളാഹുവിന്റെ ഖുർആനെതിരായി എന്തെങ്കിലും സംസാരിക്കാൻ ആർക്കെങ്കിലും അവകാശമുണ്ടോ? അങ്ങനെ സംസാരിക്കുമോ ആരെങ്കിലും ബോധപൂർവം? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന നമ്മുടെ തങ്ങളാകുന്ന നേതാവാകുന്ന അഷറഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിനെതിരായി വല്ല വാക്കും നിങ്ങൾ ഇവിടെ നിന്ന് കേട്ടോ? ഒരിക്കലും അത് ഉണ്ടാവില്ല. കാരണം അള്ളാഹുവിന്റെ വഹദാനിയത്ത് എത്താത്ത ഈ കൊച്ചു ദ്വീപിന്റെ മണ്ണിലേക്ക് വഹദാനിയത്ത് എത്തണമെന്ന ആഗ്രഹത്തോടുകൂടി, അല്പമെങ്കിലും അത് സഫലീകൃതമായി കാണണമെന്ന മോഹത്തോടുകൂടി, അഭിലാഷത്തോടുകൂടിയാണ് ഈ കൊച്ചു സംഘം ഇവിടുത്തെ ആളുകളുടെ സഹായത്തോടെ, റിലീഫ് ഫോറത്തിന്റെ സഹായത്തോടെ ഈ ദ്വീപിനെ ലക്ഷ്യം വെച്ച് വന്നിട്ടുള്ളത്. ലക്ഷ്യം ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ സത്യം നിങ്ങളെ കേൾപ്പിക്കണം, പറ്റാവുന്നത്ര നിങ്ങളെ അറിയിക്കണം. സ്വാഭാവികമാണ്, നമ്മൾ വിശ്വസിച്ച് ആചരിച്ച് നമ്മൾ പാരമ്പര്യമായി കടന്നുപോരുന്ന ഒരു റൂട്ടിനെതിരെ ഖുർആൻ വെച്ചുകൊണ്ട് സത്യസന്ധമായി പറഞ്ഞാലും, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് വെച്ച് നിങ്ങളോട് സത്യസന്ധമായി സംസാരിച്ചാലും, സ്വാഭാവികമാണ് ഇവർ പുതുതായി ഒന്ന് പറയുകയാണല്ലോ എന്ന് തോന്നുക സ്വാഭാവികമാണ്. നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ നിങ്ങളെ അത് ശരിയല്ല എന്ന് പറഞ്ഞ് നിങ്ങളെ അത് കേൾക്കരുത് എന്ന് പറയുന്ന, അത് ചെവി കൊടുക്കരുത് എന്ന് പറയുന്നവർക്കറിയാം ഇവർ പറയുന്നത് സത്യമാണ് എന്ന്. അതുകൊണ്ടാണ് ഭയം. ഇവിടെ സമ്മേളനത്തിന്റെ തലേ ദിവസം 2 പ്രസംഗങ്ങൾ നടന്നു. പിന്നെ വെള്ളിയാഴ്ച ദിവസം ജുമുഅ ഖുതുബയോടുകൂടി ആരംഭം കുറിച്ച് ഇവിടെ പൊതുസമ്മേളനം നടത്തി. ഇന്നലെയും സംസാരിച്ചു, ഇന്നും സംസാരിക്കുകയാണ്. ഇപ്പൊ 4ാമത്തെ ദിവസമാണ് ഇവിടെ ഇതേ സ്റ്റേജിൽ സംസാരം നടക്കുന്നത്. ആ സംസാരത്തിന്റെ A to Z കാതോർത്തിരുന്നവർ ഈ ദ്വീപിലുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അല്ലാഹുവേ, നീ അതിന്റെ വെളിച്ചം അവർക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അതിന്റെ ഓൺലൈനിലൂടെ അത് കേട്ടുകൊണ്ട് മറ്റു ദ്വീപുകളിൽ നിന്ന് ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. പല പല ചോദ്യങ്ങളും ആളുകൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളിതാ കിൽത്താൻ എന്ന് പറയുന്ന പൊന്നാനിയിലേക്ക് വന്നിട്ട് അവിടെ ഒരു സ്റ്റേജ് കെട്ടി അവിടെ ഒരു പന്തലിട്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ പന്തലിട്ട് സമ്മേളനം നടത്തിയിട്ടുണ്ടോ എന്നതാണ് വലിയ ചോദ്യമായി ചില ആളുകൾ വാട്സാപ്പിലൂടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ 4 ദിവസത്തെ പ്രസംഗത്തിൽ ഇങ്ങനെ ഒരു പന്തൽ ഇവിടെ ഉണ്ടാക്കുന്നത് പ്രത്യേക സുന്നത്താണ് എന്ന് ആരെങ്കിലും സംസാരിച്ചത് നിങ്ങൾ കേട്ടോ? ഇവിടെ കെട്ടിയിരിക്കുന്ന പച്ചനെറ്റിനെ കുറിച്ച് വല്ല പ്രത്യേകതയും പറഞ്ഞോ?
ഇനി അതിന്റെ കളർ മാറി വേറെ ഏതെങ്കിലും റെഡ് ആയാൽ വല്ല പ്രശ്നമുണ്ടോ? ഇതേ പന്തല് തന്നെ വേണമെന്നുണ്ടോ? ടാർപോളിൻ വലിച്ചു കെട്ടിയാൽ പോരെ? ഇതൊക്കെ താൽക്കാലികമായി അള്ളാഹുവിന്റെ ദീന് സുഖസുന്ദരമായി ഇരുന്ന് കേൾക്കാൻ ഒരു സൗകര്യമൊരുക്കി എന്നതിനപ്പുറം ഇതിന് വല്ല പ്രത്യേകതയും ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? നമ്മുടെയൊക്കെ നാട്ടിലും നമ്മുടെ മഹലിലും നമ്മുടെ വീടിലും അള്ളാഹുവിന്റെ ഖുർആനിലും മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിലും ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അത് എവിടെ ഖുർആൻ പറഞ്ഞത്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് എവിടെ എന്ന് ചോദിക്കുമ്പോ അതിന് തിരിച്ച് ഈ പന്തലിന്റെ തെളിവ് ചോദിച്ചാൽ ആകുമോ? സമമാകുമോ? പ്രിയപ്പെട്ടവരെ, ആകുമോ? ഇതൊക്കെയാണ് സാധാരണക്കാരായ ആളുകൾ പണ്ഡിതന്മാരിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 4-ാമത്തെ ദിവസം സംസാരം നടക്കുമ്പോ വ്യത്യസ്തമായ വിഷയങ്ങളെ ഇവിടെ പറഞ്ഞു. ശൈത്താന്മാരെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി വീട്ടിന്റെ മതിലായി കെട്ടിയിരിക്കുന്ന ഓലയുടെ മതിലിൽ, അതുപോലെ തന്നെ വീട് ഓല കൊണ്ടോ ഓടുകൊണ്ടോ ഉണ്ടാക്കിയതാണെങ്കിൽ അവിടെയൊക്കെ തട്ടി ആ ശൈത്താനിനെ കടലിലേക്ക് കൊണ്ടുവന്ന് ഒരു കോഴിക്കുഞ്ഞിന്റെ കണ്ണ് ഒന്ന് കുത്തിപ്പൊട്ടിച്ച് ഒരു സാധാരണ ഒരു ചെറിയ താൽക്കാലികമായ ബോട്ടുണ്ടാക്കി അത് ഒരു പൈപ്പിലൂടെ കടലിലേക്ക് തള്ളിവിടുന്ന സമ്പ്രദായം പറഞ്ഞു. ഇവിടെ അത് ചെയ്ത ആള് ഇന്ന് ഈ ആദർശത്തെ സ്നേഹിക്കുന്ന ആളാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് ചെയ്ത ആള് ഈ ആദർശത്തെ സ്നേഹിക്കുന്ന ആളാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നിട്ട് അതിനൊന്നും ഒരു പരാതിയും ആർക്കുമില്ല. പിന്നെ ആകെ പരാതിയായി വന്നത് എന്താ? ആന്ധ്രോത്ത് നിന്ന് ഒരു സഖാഫി ഒരു ഓലപ്പാമ്പിളക്കുകയാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? നിങ്ങളുടെ സ്റ്റേജിൽ അധ്യക്ഷനായ ഹാഷിം മൗലവി ആകെ 10 മിനിറ്റാണ് അധ്യക്ഷ പ്രസംഗം നടത്തിയത്. ആ പ്രസംഗത്തിൽ ഇതാ ആകരണ്ടായത്തോതിയത് രണ്ടും തെറ്റാണ്. 3 ദിവസം നീണ്ടുനിന്ന സമ്മേളനത്തെ വീക്ഷിക്കുകയും കേൾക്കുകയും ചെയ്തിട്ട് അരിപ്പയെടുത്ത് പരിശോധിച്ച് ആകെ കിട്ടിയ അദ്ദേഹത്തിന്റെ ഒരു തുരുപ്പ് ചീട്ടാണ് ഇത്. ഞാൻ ചോദിക്കട്ടെ ഈ സഖാഫിയോട്, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഇവിടുത്തെ തൊഴിലാളികളോട്, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ബിസിനസ്സുകാരോട്, നിങ്ങളുടെ കൂട്ടത്തിലുള്ള കച്ചവടക്കാരോട് നിങ്ങളൊന്ന് ആയത്തുകൾ ഓതാൻ പറയും. ഞാൻ പറയുന്നു അവർക്കൊക്കെ തെറ്റും. ഒന്നും വേണ്ട. ഇത് പറയുന്ന സഖാഫി എന്ന് പറയുന്ന ആന്ധ്രോത്ത് നിന്ന് ചില ഓലപ്പാമ്പുകൾ എഴുതിവിടുന്ന ആ മനുഷ്യനോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ പോലെ തലമുത്തപ്പനായി അറിയപ്പെടുന്ന ബഹുമാന്യനായ കാന്തപുരം ഉസ്താദ് ആയത്തോതിയത് തെറ്റിയത് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടുകയില്ലേ? എന്നിട്ടാണോ പാവം ഒരു കച്ചവടക്കാരനായ ഒരു സാധാരണക്കാരനായ ഒരാൾ ഈ സമ്മേളനം വീക്ഷിക്കാൻ വന്നപ്പോ അദ്ദേഹം കരയിൽ നിന്ന് വന്ന ഒരാൾ എന്ന നിലക്ക് എങ്കിൽ നിങ്ങൾ ഈ സമ്മേളനത്തിന്റെ ഒരു അധ്യക്ഷത വഹിക്കണമെന്ന് പറഞ്ഞ് സ്റ്റേജിലേക്ക് ഇരുത്തി. അദ്ദേഹം സംസാരിച്ചപ്പോ ആയത്ത് തെറ്റിയതിനെ ന്യായീകരിക്കാനോ തെറ്റണമെന്ന് പറയാനോ തെറ്റുന്നത് പ്രശ്നമല്ല എന്ന് പറയാനോ അല്ല ഇത് പറയുന്നത്. അതൊക്കെ ഒരു സ്വാഭാവികമായ സംഭവമാണ്. ഈ കിൽത്താൻ ദ്വീപിലെ സാധാരണക്കാരായ സമസ്തയിൽപ്പെട്ട ആളുകൾ ഖുർആൻ ഓതിയാൽ തെറ്റില്ലേ? ഇല്ലേ? പേരോട് ഉസ്താദ് എന്ന് പറയുന്ന സഖാഫി ബഹുമാന്യനായ ഉസ്താദ് ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ പ്രഗത്ഭനായ പണ്ഡിതനായ ഹുസൈൻ സലഫിയുമായി നാദാപുരത്ത് ഗണ്ഡനവേദികളിൽ ആയത്തുകളിൽ തെറ്റിയോതിയിട്ടില്ലേ? ഞങ്ങളത് കേൾപ്പിക്കേണ്ടി വന്നിട്ടില്ലേ? അതിലൊന്നും പിടിച്ചിട്ട് ആരും പ്രിയപ്പെട്ടവരെ മുന്നോട്ട് പോവാറില്ല. ഇവിടെ നടന്ന ആദർശപരമായ സംസാരങ്ങളിൽ എവിടെയാണ് പിഴവ് സംഭവിച്ചത് എന്നാണ് പറയേണ്ടത്. അക്ഷരപ്പിഴവ് സംഭവിച്ചോ എന്നതല്ല. അത് ഒരു സാധാരണക്കാരനായ ഒരാൾ, ഒരു കച്ചവടക്കാരനായ ഒരാൾ ഈ വേദിയിൽ ഹാഷിം മൗലവി എന്ന് ഇവിടുന്ന് അനൗൺസ് വന്നോ? ഇല്ല. ഇവിടെ ക്ഷണിച്ചവർ അദ്ദേഹത്തെ മൗലവി എന്ന് പേരിട്ട് വിളിച്ചോ? ഇല്ല. നിങ്ങളുടെ വകയായി ചേർത്ത് പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനെയൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കാര്യങ്ങളെ മുന്നോട്ട് നീക്കാൻ. അതൊന്നും ഇവിടുത്തെ സാധാരണക്കാര് വലിയ മുഖബലക്കെടുക്കില്ല എന്നറിയാം. പക്ഷേ അദ്ദേഹം ഇത് എന്നിട്ടും ഖുറാനിൽ തെറ്റ് സംഭവിച്ചിട്ടും നിങ്ങൾ തിരുത്തി കൊടുക്കുന്നില്ല. ഒരു അധ്യക്ഷ പ്രസംഗം എന്ന നിലയ്ക്ക് ഇവിടുത്തെ പ്രഭാഷകന്മാരും പ്രബോധകന്മാരും ഒന്നും അത്ര ഗൗരവമായി ആ വാക്കുകളെ ശ്രദ്ധിച്ചിട്ടില്ല, അതോടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ സ്വാഭാവികമായി സംഭവിച്ചാൽ അത് പറഞ്ഞു കൊടുക്കാറുണ്ട്, തിരുത്തി കൊടുക്കാറുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങള് ആ അർത്ഥത്തിലുള്ള കണ്ണടയും വെച്ച് കാത്തിരിക്കുകയാണ് വല്ലതും കിട്ടുമോ എന്ന്.
നടന്ന സംസാരങ്ങളെല്ലാം വീക്ഷിച്ചിട്ട് കിട്ടിപ്പോയി ഒരു പാവപ്പെട്ട മനുഷ്യന്റെ നാവിൽ നിന്ന്. അപ്പൊ ഈ സമ്മേളനത്തെ അത് വെച്ച് പറഞ്ഞ് ഈ നാട്ടിലെ ആളുകളുടെ ശ്രദ്ധ തിരിച്ചുവിടാമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത്, വിചാരിക്കുന്നത് ഒരു വ്യാമോഹം മാത്രമാണ്. അതുകൊണ്ടൊന്നും ആളുകൾ വിഷയത്തെ പഠിക്കാതിരിക്കില്ല. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്. ഇനി ഒറ്റ വാക്കും കൂടി പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ സക്കാഫിമാർ, നിങ്ങളുടെ ഉസ്താദുമാർ, നിങ്ങളുടെ പണ്ഡിതന്മാർ, അതാ ഞാൻ പറഞ്ഞത്, കാന്തപുരം ഉസ്താദ് അടക്കമുള്ളവരിൽ നിന്ന് ആയത്തുകൾ തെറ്റിയതിന്റെ എത്ര ഉദാഹരണം വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. അത് വേണമെങ്കിൽ ഞങ്ങൾ തരാം. എന്നിട്ടല്ലേ പിന്നെ സാധാരണക്കാരെ കുറിച്ച് സംസാരിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ അവിടെ ആ അധ്യായം അവിടെ ക്ലോസ് ചെയ്യലാണ്. നിങ്ങൾക്കും നമുക്കുമൊക്കെ നല്ലത്. അതൊന്നുമല്ല ആളുകൾ ശ്രദ്ധിക്കുന്നത്. വിഷയം എന്ത് എന്നത് പഠിക്കലും മനസ്സിലാക്കലുമാണ്. സഹോദരങ്ങളെ, ഈ ദ്വീപിൽ ഞങ്ങൾ നടത്തിയ സംസാരങ്ങൾ, ഇനി നടക്കാനിരിക്കുന്ന നമ്മുടെ സംസാരങ്ങൾ, അത് നമ്മുടെ പരലോക വിജയത്തിനു വേണ്ടിയുള്ളതാണ്. നമ്മുടെ ലക്ഷ്യം ഈ ഐഹികമായ ഇവിടുത്തെ പളപളപ്പിന്റെ, ഈ തുച്ഛമായ, ഈ നൈമിഷികമായ, ഈ നശ്വരമായ ഇവിടുത്തെ ജീവിതമല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും, അല്ലേ? മരണം നമ്മുടെ മുന്നിലേക്ക് എത്തുമെന്ന് വിശ്വസിക്കാത്ത ആരും നിരീശ്വരവാദികളുടെ കൂട്ടത്തിൽ പോലുമില്ല. അതുകൊണ്ട് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് തന്ന കാത്, വളരെ ഭംഗിയായി പ്രകൃതിയെ കാണാൻ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കാണാൻ, തെളിവുകൾ കണ്ടു പഠിക്കാൻ, കേട്ടു പഠിക്കാൻ കാതുകൾ തന്ന റബ്ബ്, കണ്ണുകൾ തന്ന റബ്ബ്, ആലോചനാനിമഗ്നനായി വിഷയത്തെ പഠിക്കാൻ റബ്ബ് തന്ന ഹൃദയം, നമ്മുടെ തലച്ചോറ്, ഇതെല്ലാം നാളെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ കോടതിയിൽ, പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും കോടതിയിൽ നിർത്തുമ്പോ അതൊക്കെ ചില ചോദ്യചിഹ്നങ്ങളായി വരും. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഇതൊക്കെ നാളെ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. അല്ലാഹു തആല സൂറത്തുൽ ഇസ്രായിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പടച്ചവൻ തന്ന കാതുപയോഗിച്ച് നല്ലത് കേൾക്കാൻ, അവൻ തന്ന കണ്ണുപയോഗിച്ച് നല്ലത് കണ്ടുപഠിക്കാൻ, അല്ലാഹു തന്ന ഹൃദയം ഉപയോഗിച്ചുകൊണ്ട് ചിന്തിക്കേണ്ടത് ചിന്തിച്ചുകൊണ്ട്, ആലോചിക്കേണ്ടത് ആലോചിച്ചുകൊണ്ട്, ഈ തലച്ചോറ് വെറുതെ തന്നതല്ല. ഞരമ്പുകൾ ചുരുട്ടി ഉണ്ടാക്കിയ തലച്ചോർ തലയോട്ടിക്കുള്ളിൽ ഭദ്രമായി സൂക്ഷിച്ചത് 496 കിലോമീറ്റർ നീളമുള്ള ഞരമ്പ് ചുരുട്ടി വെച്ചതാണ്. ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ഈ ബ്രെയിന്, തലച്ചോറ് എന്ന് പറയുന്ന സംവിധാനം നമുക്ക് നൽകിയിട്ടുള്ളത്, അല്ലേ? ശരീരത്തിൽ ഓടുന്ന രക്തക്കോയിലുകളെ കുറിച്ച് ഗവേഷകന്മാർ, സയന്റിസ്റ്റുകൾ, അന്വേഷണ വിദഗ്ധന്മാർ ലോകത്തോട് പറയുന്നത്, ഈ ഭൂമിയെ 2 തവണ ചുറ്റാൻ നീളമുള്ള രക്തക്കൊയലുകൾ ഒരൊറ്റ മനുഷ്യ ശരീരത്തിലുണ്ട് എന്ന ആശ്ചര്യഭരിതമായ അത്ഭുതകരമായ രംഗമാണ് എന്റെയും നിങ്ങളുടെയും മുമ്പിൽ ഇന്ന് ഏറ്റവും വലിയ വിദഗ്ധ ലോകം നമ്മെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം 160-170 ലിറ്റർ രക്തം ഫിൽട്രേഷൻ നടത്താൻ സംവിധാനമുള്ള ഒരു മാങ്ങാണ്ടിയുടെ വലിപ്പമുള്ള കിഡ്നി എനിക്കും നിങ്ങൾക്കും തന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് വെറുതെ തന്നതല്ല. ഓരോ ദിവസവും നാം കഴിക്കുന്ന വെജ് ആൻഡ് നോൺ വെജ് ഭക്ഷണങ്ങൾ ഉണ്ടല്ലോ, ആ ഭക്ഷണ സംവിധാനം 8 മണിക്കൂർ കൊണ്ട് അതിനെ ദഹിപ്പിച്ച് വേസ്റ്റുകൾ വേറെയാക്കി, വേണ്ടത് വേറെയാക്കി ദഹന പ്രക്രിയ സംവിധാനം നടത്തുന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്, ആ ദഹന പ്രക്രിയ നടക്കുന്ന ആമാശയത്തിന്റെ ഉള്ളിൽ ആമാശയ ഭിത്തിക്ക് പരിക്കേൽക്കാതിരിക്കാൻ ഒരു ബ്ലാഡർ സംവിധാനം കൊടുത്തിട്ടുണ്ട്. ഓരോ 3 ദിവസം കൂടുമ്പോഴും ആമാശയത്തിന്റെ ഉള്ളിൽ കാണുന്ന, അതിനെ കവർ ചെയ്യുന്ന പാടയെ കരിച്ചു കളഞ്ഞ് 3-ാമത്തെ ദിവസം പുതിയ പാട നൽകുന്നു. അനസ്തേഷ്യക്ക് വിധേയമാകുന്നില്ല നമ്മള്, ഇല്ല. നമ്മള് ഒരു ഹോസ്പിറ്റലും അതിനു വേണ്ടി പോകുന്നില്ല. ചിലപ്പോ ഇന്നായിരിക്കും നമ്മുടെ ആമാശയത്തിന്റെ ഉള്ളിലെ പാട മാറിയത്, നമ്മൾ അറിഞ്ഞിട്ടില്ല. ഈ സംവിധാനങ്ങളെല്ലാം അല്ലാഹു നൽകിയത് ഈ പ്രപഞ്ചത്തിന്റെ അണ്ടകടാഹങ്ങളുടെ അധിപനായ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് ശുക്ർ കാണിക്കാനാ. ആ ശുക്റിൽ ഏറ്റവും വലിയ ശുക്റാണ്, ഏറ്റവും വലിയ നന്ദിയാണ് അവനെ മനസ്സിലാക്കുക എന്നത്, അവനെ പഠിക്കുക എന്നത്, അവന്റെ വഹ്ദാനിയത്ത് അറിയുക എന്നത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഓരോരുത്തരുമായി, നമ്മൾ ഓരോരുത്തരുമായി പഠിക്കേണ്ടതാണ്. അങ്ങനെ നമുക്ക് കിട്ടുന്ന പഠനമുണ്ടല്ലോ, ചെറിയ സൂറത്തിൽ തന്നെ അല്ലാഹു തആല എന്നോടും നിങ്ങളോട് പഠിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ
ആദ്യമായി ഇറങ്ങിയ അള്ളാഹുവിന്റെ വചനാമൃതങ്ങൾ ഹിറ എന്ന് പറയുന്ന ഇറാ ഗുഹയിൽ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതിക്കൊടുക്കാൻ വേണ്ടി വരുമ്പോ, ഇല്ല എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ സന്ദർഭമൊക്കെ ഓർക്കുക. ഓതിക്കൊടുത്തു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അവിടെ വായിക്കാനും പഠിക്കാനും ആവശ്യപ്പെടുകയാണ് ലോകരക്ഷിതാവായ റബ്ബ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി. മരണശേഷം ഒരു മുഅ്മിനായ മനുഷ്യന്റെ അവന്റെ കർമ്മങ്ങളിലേക്ക് അല്ലെങ്കിൽ അവനിലേക്ക് പിന്നെ വന്നു ചേരുന്ന ചില കാര്യങ്ങളെ, പള്ളി ഉണ്ടാക്കി കൊടുക്കുന്നത്, അങ്ങനെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്, എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇൽമൻ അല്ലമഹു വനശറഹു. പഠിക്കുക, എന്നിട്ടത് ആളുകളിലേക്ക് എത്തിക്കുക. പഠിക്കുക, പഠിപ്പിക്കുക, ആളുകളിലേക്ക് എത്തിക്കുക. അപ്പൊ ഇൽമിന് അല്ലാഹുവിന്റെ ദീന് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ഒരു വിഷയം പഠിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഈ വെറുപ്പ് തോന്നുന്നത്, പഠിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ദൂരം നിൽക്കണമെന്ന് തോന്നുന്നത്. അറിഞ്ഞു നോക്കൂ നിങ്ങൾ, ഇവർ പറയുന്നതിൽ കടമ്പുണ്ടോ, ഇവർ പറയുന്നതിൽ സത്യമുണ്ടോ? ഒന്ന് അന്വേഷണാത്മക ജീവിതത്തിന് ഒന്ന് തുടക്കം കുറിച്ചു നോക്കൂ നിങ്ങൾ. നിങ്ങളുടെ സംശയങ്ങൾ ഓരോന്നോരോന്നായി തീർന്ന് ഈ തൗഹീദിന്റെ പടവാഹകരിൽ നിങ്ങളും അണിചേരും. ഈ കൊച്ചു സംഘത്തിൽ നിങ്ങളും അണിചേരും. ഞങ്ങൾക്ക് നഷ്ടമായി ഞങ്ങളുടെ പതിറ്റാണ്ടുകൾ, 40 കൊല്ലം കിൽത്താനിന്റെ മണ്ണിൽ ഞങ്ങൾ ജീവിച്ചിട്ട് ഈ തൗഹീദിന്റെ പടവാഹകരിൽ അണിചേരാൻ സാധിക്കാതെ പോയല്ലോ എന്ന നഷ്ടബോധത്തിന്റെ, കുറ്റബോധത്തിന്റെ വാക്കുകൾ നിങ്ങളുടെ ചുണ്ടുകളിൽ നിന്ന് അടർന്നു വീഴും. കാരണം അറിവില്ലാത്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ ആദ്യമായി പഠിക്കുക അൽ ഇൽമ് എന്നതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. 2, ഇവിടെ ഞങ്ങളുടെ അധ്യക്ഷൻ ഉദ്ഘാടനത്തിൽ പറഞ്ഞു, ആ അറിവ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. വൽ അമലു ബിൽ ഇൽമി, ആ കിട്ടിയ ഇൽമ് പ്രായോഗികമായ പ്രാക്ടിക്കൽ തലങ്ങളിലേക്ക് കൊണ്ടുവരിക. ഞാനൊരു കാര്യം പഠിച്ചു, ഞാനത് ചെയ്യാൻ തുടങ്ങി. എന്നാൽ എൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പ് എൻ്റെ കുടുംബത്തോട്, എൻ്റെ അയൽവാസികളോട്, എൻ്റെ നാടിനോട്, ഈ ദ്വീപിന്റെ മണ്ണിൽ ജീവിക്കുന്നവരോട് വദ്ദഅവതു ഇലൽ ഇൽമി വൽ അമൽ, ആ ഇൽമിലേക്കും ആ അമലിലേക്കും ആളുകളെ ക്ഷണിക്കുക എന്നതാണ്. ക്ഷണിക്കാൻ ഇറങ്ങിയാൽ കുത്തുവാക്ക് കേൾക്കേണ്ടി വരും, ആക്ഷേപം കേൾക്കേണ്ടി വരും, പരിഹാസം കേൾക്കേണ്ടി വരും. അതേ മണൽത്തരികൾ വാരി എറിഞ്ഞ് അത് നമ്മുടെ കണ്ണിൽ ചിലപ്പോൾ വീണെന്നു വരും. ഇവിടെ പറഞ്ഞില്ലേ നേരത്തെ, ഇല്ലേ, ഈ പ്രസ്ഥാനത്തിന്റെ കേരളക്കരയിലെ ചരിത്രങ്ങൾ നിങ്ങളൊന്ന് ഓർമ്മകളിൽ നിന്ന് താളുകൾ പിറകിലേക്ക് മറിച്ച് ഒന്ന് വായിക്കാനും കേൾക്കാനും നിങ്ങൾ ശ്രദ്ധിച്ചാൽ, പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ കരിങ്കൽ കഷ്ടങ്ങൾ വന്ന് അതേ ചുണ്ടിലടിച്ച് പല്ല് നിലത്ത് വീണപ്പോഴും പകരം പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഇതേ നാട്ടിൽ ഞങ്ങൾക്കൊരു 3 ദിവസത്തെ പെർമിഷൻ അനുവദിച്ചു തന്നാൽ ഏറെ ഞങ്ങൾക്ക് പ്രശ്നമില്ല, പല്ല് പോയത് എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ സെയ്ദ് മൗലവി രണ്ടത്താണിയെ പോലെയുള്ളവർ സാന്ദർഭികമായി ഈ സന്ദർഭത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. അങ്ങനെ ഒരുപാട് നേതാക്കന്മാർ, അങ്ങനെ തന്നെയാണ് ഈ ആദർശം വളർന്നത്. എറിഞ്ഞവരെ കുറ്റപ്പെടുത്തുന്നില്ല, അവരും വിചാരിച്ചു നമ്മുടെ ദീനിനെ തകർക്കാൻ വന്നവരാണ് എന്ന്. അള്ളാഹുവിന്റെ പ്രവാചകൻ 40 കൊല്ലം വരെ ആ നാട്ടിലെ ഏറ്റവും വലിയ സത്യസന്ധനാണ്, അൽ അമീനാണ്. അത് വിളിച്ച അതേ നാവുകൊണ്ട് അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് പറയാൻ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിയപ്പോ അതേ നാവുകൊണ്ട് ആളുകൾ മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചത് കദ്ദാബ്, കള്ളവാദി എന്നായിരുന്നു, സാഹിർ, മാരണക്കാരൻ എന്നായിരുന്നു, മജ്നൂൻ, ഭ്രാന്തൻ എന്നായിരുന്നു. പിന്നെ ഞങ്ങൾ കേൾക്കുന്ന ഈ വിളികളൊക്കെ എത്രയെത്ര നിസ്സാരമാണ് എന്ന് ഇവിടുത്തെ പ്രവർത്തകന്മാരും പണ്ഡിതന്മാരും ഒക്കെ അറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആ വിളിക്കുന്നത്. തായിഫിന്റെ മണ്ണിൽ നിന്ന് വടികൊണ്ടും കയറുകൊണ്ടും ഏറുകിട്ടി തിരിച്ചു പോന്നപ്പോ, അതേ തളർന്നൊരു സ്ഥലത്തിരിക്കുമ്പോ മലകളുടെ ഡ്യൂട്ടിയുള്ള, പർവ്വതങ്ങളുടെ ഉത്തരവാദിത്തമുള്ള മലക്ക് വന്ന് ചോദിച്ചിട്ടില്ലേ? ചരിത്രമറിയില്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ ഇല്ല, അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതാണ് ചരിത്രത്തിലും അള്ളാഹുവിന്റെ ദീനിന്റെ പ്രമാണങ്ങളിലും ഞാനും നിങ്ങളും വായിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് പഠിക്കുക, ജീവിതത്തിൽ പകർത്തുക, അത് സമൂഹത്തിന്റെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മൾ നടത്തുക. നമ്മുടെ ലക്ഷ്യം ഏതെങ്കിലും ഇവിടുത്തെ സയന്റിസ്റ്റുകളോ ഗവേഷകന്മാരോ പറയുന്നത് പോലെ, വലിയ വലിയ ഫിലോസഫർമാർ പറയുന്നത് പോലെ, ഇതാ
അവർ എഴുതിവിട്ട ലേഖനങ്ങളിൽ കാണാം, ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ വിശപ്പ്, ദാഹം, കാമം ഇത് തീർക്കലാണ്. എന്താ പറഞ്ഞത്? വിശപ്പ്, ദാഹം, കാമം ഇത് തീർക്കലാണ് എന്ന് തത്വചിന്തകന്മാരെന്നറിയപ്പെടുന്ന വലിയ വലിയ ആളുകൾ ലോകത്തിന്റെ മുമ്പിൽ എഴുതിവിട്ടിട്ടുണ്ട്. പിന്നീട് അവർ ആധുനിക ലോകത്ത് 2020 2021 ഒക്കെ ആയപ്പോ ചിലത് കൂട്ടിച്ചേർത്തിട്ട് പറഞ്ഞു, ചില സാഹസികതകൾ കൂടി ചെയ്യണം, അത് ജീവിതത്തിന്റെ ലക്ഷ്യമാണ് എന്ന്. ചില പ്രശസ്തികൾ പിടിച്ചുപറ്റണം, അത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാണ് എന്ന്. സ്വാഗത ഭാഷണം പറഞ്ഞപ്പോ പറഞ്ഞില്ലേ, ഗിന്നസ് ബുക്കിൽ അവാർഡ് വാങ്ങുക എന്നതല്ല ജീവിതത്തിന്റെ ലക്ഷ്യം, മറിച്ച് ഇസ്ലാം പറയുന്ന ജീവിതത്തിന്റെ ലക്ഷ്യം അതിനൊക്കെ അപ്പുറം നിൽക്കുന്ന ഒന്നാണ്. ആ ലക്ഷ്യം എന്താണ് പ്രിയപ്പെട്ടവരെ? അത് ഇഹലോകത്തെ ലക്ഷ്യമല്ല, വരാനിരിക്കുന്ന പരലോകമെന്ന് പറയുന്ന ആട്ടുകൊണ്ടും വെറുപ്പുകൊണ്ടും അതേ നിങ്ങൾ അകന്നു പോകണമെന്ന് വിചാരിച്ചവരോട് ചിരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ ആദർശത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം പരലോകമാണ്, പരലോകമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇന്നലെ ഓതിയ ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യനും മരണത്തിന്റെ രുചി ആസ്വദിക്കും. വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, ഇവിടെ വെച്ച് നമുക്ക് സമ്പൂർണമായ പ്രതിഫലം ലഭിക്കുന്നില്ല. അത് ലഭിക്കാതിരിക്കുന്നത് പരലോകമെന്ന് പറയുന്ന ആ പ്രത്യേകമായ റബ്ബിന്റെ കോടതിയിലാണ്. ഫമൻ സുഹ്സിഹ അനിൻ നാരി വ ഉദ്ഖിലൽ ജന്ന, അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ നമ്മുടെ മുമ്പാകെ പ്രഖ്യാപിക്കുകയാണ്, നരകമെന്ന് പറയുന്ന കത്തി ജ്വലിക്കുന്ന അഗ്നികുണ്ഡാരത്തിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടാൻ പറ്റുകയും എന്നിട്ട് സ്വർഗമെന്ന് പറയുന്ന ആകാശഭൂമിയോളം വിശാലമായ മാല ഐനുൻ റഅത് വല ഉദിനുൻ സമിഅത്, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, അതേ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ആ സ്വർഗമെന്ന് പറയുന്ന റബ്ബിന്റെ വിശാലമായ ആ സ്വർഗീയ പൂങ്കാവനത്തിൽ നമുക്ക് പ്രവേശിക്കാൻ അനുവാദം കിട്ടുകയും ചെയ്താൽ അവനാണ് ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവനെന്ന്. വമൽ ഹയാത്തുദ് ദുനിയ, വമൽ ഹയാത്തുദ് ദുനിയ, ഈ ഐഹിക ജീവിതം എന്നത്, ഈ നൈമിഷിക ജീവിതം എന്നത്, ഈ ഹലോക ജീവിതം എന്നത് ഇല്ലാ മതാഉൽ ഗുറൂർ, ഒരു വഞ്ചനയുടെ ചരക്കു മാത്രമാണ്, വഞ്ചനയുടെ വിഭവം മാത്രമാണ്. നിങ്ങളെ കബളിപ്പിക്കുന്ന ഒന്നാണ് ഈ ദുനിയാവ്. ഇവിടുത്തെ വർത്തമാനങ്ങൾ കേട്ടിട്ട് ആരും ദുനിയാവിന്റെ വഞ്ചനയിൽ പെട്ടുപോകണ്ട. നീ മരിച്ചാൽ എവിടെ കൊണ്ടുപോയി നിന്നെ കബറടക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന വർത്തമാനങ്ങൾ ഖാലിയിൽ നിന്നും നായിബ് ഖാലിയിൽ നിന്നൊക്കെ വരുമ്പോ ചിരിച്ചുകൊണ്ട് പറയുക, മരിച്ചതിന് ശേഷമല്ലേ, അതൊക്കെ എന്തെങ്കിലും അപ്പൊ തീരുമാനമായിക്കൊള്ളും, അതൊന്നും ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല. ഇവിടെ എത്ര ഖബർസ്ഥാനാണ്? ആകെ 2.5 കിലോമീറ്റർ നീളമാണ് ഈ ദ്വീപുള്ളത്. 1.5 കിലോമീറ്റർ ആണ് ഏറ്റവും കൂടിയ വീതിയുള്ള ഈ ദ്വീപിന്റെ സ്ഥലം. 1/2 കിലോമീറ്റർ പോലും വീതിയില്ലാത്ത സ്ഥലമുണ്ട്. ഇവിടെ എത്ര ഖബർസ്ഥാന? 1, 2, 3 ആണോ? അല്ല, ഇഷ്ടം പോലെ ഖബർസ്ഥാനുകളാണ്. എന്നിട്ടാ പറയുന്നത്, മരിച്ചാൽ എന്താക്കുമെന്ന് നമുക്ക് നോക്കാമെന്ന്. മരിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ആക്ക്, അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ബാധകമല്ല എന്ന് ചിരിച്ചുകൊണ്ട് പറയാൻ നമുക്ക് ധൈര്യമുണ്ടാകണം. നമുക്ക് നമ്മുടെ ആദർശമാണ് വലുത്, നമുക്ക് നമ്മുടെ ദീനാണ് വലുത്, നമുക്ക് നമ്മുടെ പരലോകമാണ് വലുത്. ഏതെങ്കിലും ഓലപ്പാമ്പുകൾക്ക് മുമ്പിൽ പ്രിയപ്പെട്ടവരെ അടിയറവെക്കുന്നതല്ല. അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിന്റെ ഉജ്ജ്വലമായ പ്രോജ്വലമായ ആദർശം, അത് അള്ളാഹുവിന്റെ പരലോകമെന്ന് പറയുന്ന ആ പ്രത്യേകമായ ആ പിന്നെ ഘട്ടത്തിൽ രക്ഷപ്പെടാനുള്ള ആദർശമാണ് നമ്മുടെ ദീന്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ സംസാരിക്കുന്നവരോട് പുഞ്ചിരിയോടുകൂടി മറുപടി പറയാൻ നമുക്ക് കഴിയണം. നമുക്ക് ആ അർത്ഥത്തിൽ മറുപടി കൊടുക്കാൻ കഴിയണം. കാരണം നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ഈ ലോകമല്ല വലുത്, വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ. നമ്മളൊക്കെ ഓതുന്ന ചെറിയ സൂറത്തുൽ അഅലയിൽ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന വചനമാണ്. ആഖിറത്താണ്, നാളെ വരാനിരിക്കുന്ന പരലോകമാണ്. അതാണ് ഏറ്റവും ഖൈറ്, അതാണ് എന്നെന്നും ബാക്കിയാകുന്ന ഒന്ന്. പക്ഷെ മനുഷ്യൻ വിചാരിക്കുന്നത് ഈ ദുനിയാവിന്റെ പളപളപ്പാണ് എനിക്ക് ആവശ്യമെന്നതാണ്, ഈ ദുനിയാവിലെ നൈമിഷികമായ ജീവിതമാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നതാണ്. അതിനുവേണ്ടി വിയർത്തതുപോലെ ഞാൻ ദ്വീപുതല സമ്മേളനത്തിലെത്തിയ മുജാഹിദുകളോടും ചോദിക്കുന്നു, നിങ്ങൾ സൈക്കിൾ ചവിട്ടിക്കൊണ്ട് വിയർത്തതുപോലെ, നിങ്ങൾ ഓടിയിട്ട് വിയർത്തതുപോലെ, നിങ്ങൾ ഒരു കൂലിപ്പണി എടുത്തിട്ട് വിയർത്തതുപോലെ, നിങ്ങൾ ഫിഷിങ്ങിന് പോയപ്പോൾ വിയർത്തതുപോലെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ ദീനിന് വേണ്ടി വിയർത്തിട്ടുണ്ടോ? ആ ചോദ്യം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. പടച്ചവന്റെ ദീനിന് വേണ്ടി വിയർക്കാൻ സാധിച്ചിട്ടുണ്ടോ? നാളത്തെ മത്സ്യബന്ധന യാത്രയ്ക്ക് വേണ്ടി ഉറക്കമടിച്ചിരുന്നത് പോലെ
ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ ദീനിനു വേണ്ടി ഒരു ദിവസമെങ്കിലും എന്റെ 60 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ, എന്റെ 50 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ, എന്റെ 40 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ ഇതാ ഒരു 3 ദിവസം ഞാൻ അള്ളാഹുവിന് വേണ്ടി രാത്രിയിലെ 2 മണി വരെ ഉറക്കമൊഴിച്ചിരുന്നത് എന്റെ ചരിത്രത്തിൽ പറയാനുണ്ട് എന്ന് നെഞ്ചത്ത് കൈവച്ചു പറയാൻ എത്ര പ്രവർത്തകന്മാർക്ക് കഴിയും? കിൽത്താൻ ദ്വീപിൽ നിന്ന് ശബ്ദം കേൾക്കുന്നവരെ പടച്ചവന് വേണ്ടി ഉറക്കമൊടിക്കാൻ സാധിച്ചവർ എത്ര പേർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറയുന്ന ചില ആളുകളുടെ ഗുണങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി ഉറക്കമൊടിച്ച ആളുകളുടെ കണ്ണിനെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഉറക്കമൊടിച്ചവരെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പോരാ, പടച്ചവനെ ഓർത്തുകൊണ്ട് കരയാൻ ജാറത്തിന്റെ മുമ്പിൽ ചെന്നു നിന്ന് വിങ്ങി വിങ്ങി കരഞ്ഞ കിൽത്താനിലെ ഉമ്മമാരെ ജാറത്തിന്റെയും മക്ബറയുടെയും മുന്നിൽ ചെന്നു നിന്നുകൊണ്ട് ആ വിരിച്ചു വെച്ച പച്ചപ്പുതപ്പിൽ കൈവച്ചുകൊണ്ട് തേങ്ങി തേങ്ങി കരഞ്ഞ ഇവിടുത്തെ കിൽത്താനിലെ അല്ല മറ്റു ദ്വീപുകളിലെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട്, ഖബറിനെ ഓർത്തുകൊണ്ട്, ഖബറിലെ ചോദ്യങ്ങളെ ഓർത്തുകൊണ്ട്, നാളെ വരാനിരിക്കുന്ന നരകത്തെ ഓർത്തുകൊണ്ട്, സ്വർഗമെന്ന് പറയുന്ന ലോകം കിട്ടാതെ പോകുമോ എന്ന് പേടിച്ചുകൊണ്ട്, അവിടുത്തെ വിചാരണ നാളിനെ ഭയപ്പെട്ടുകൊണ്ട് ഞാൻ ചോദിക്കുന്നു ദ്വീപിലെ മനുഷ്യരോട്, അല്ല ഓൺലൈനിൽ ലോകത്ത് നിന്ന് കേൾക്കുന്നവരോട് ചോദിക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ വാചകമുണ്ട്, ലാ യലിജുൻ നാറ റജുലുൻ ബക്കാ മിൻ ഖശിയത്തില്ലാ. പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞ ഒരു മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഹത്താ യഊദൽ ലബനു ഫിൽ റഈ, കറന്നെടുത്ത പാല് അകിടിലേക്ക് തിരിച്ചു പോകുന്നത് വരെ. വല യജ്തമി ഗുബാറുൻ ഫീ സബീലില്ലാഹി വദുഖാനു ജഹന്നം, നരകത്തിലെ പുകയുമായി അള്ളാഹുവിന്റെ മാർഗത്തിലേറ്റ പൊടിപടലങ്ങൾ യോജിക്കുകയില്ല എന്ന് പറയുന്ന ഹദീസ്. ഈ കിൽത്താൻ ദ്വീപിന്റെ സമ്മേളനത്തിന് വേണ്ടി കാലിലും കയ്യിലും ശരീരത്തിലും മണ്ണ് പുരണ്ടവരെ, നിങ്ങളുടെ വസ്ത്രം വിയർത്ത് കുളിച്ച് കുറച്ച് മോശമായി എന്ന് തോന്നുന്നവരെ, ഈ വിയർപ്പ് തുള്ളികൾ ഉണ്ടല്ലോ, ഞാനും നിങ്ങളും ഏറ്റ പൊടിപടലങ്ങൾ ഉണ്ടല്ലോ, അത് നാളെ കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ പുകയുമായി യോജിക്കാതെ ആകാശഭൂമിയോളം വിശാലമായ സ്വർഗത്തിലേക്ക് വേണ്ടി അള്ളാഹു തിരിച്ചുവിടുമെന്ന് പറയുന്നത് കളവ് പറയാത്ത പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദീനിന് വേണ്ടി പണിയെടുക്കാൻ, ഈ ദുനിയാവ് നൈമിഷികമാണ് എന്ന് ഓർക്കാൻ, എന്നിട്ട് നാളെയുടെ ലോകത്തിന്റെ വിശാലത എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നാലോചിക്കാൻ നമ്മൾ തയ്യാറാവണം. ത്യാഗത്തിന്റെ കഥകൾ പറയാൻ നമ്മുടെ മുന്നിലില്ല. ചാട്ടവാറുകൾ കൊണ്ട് അടികൊണ്ട് ശരീരത്തിൽ ചാട്ടവാറിന്റെ വള്ളികളുടെ കൂടെ ശരീരത്തിന്റെ മാംസഭാഗങ്ങൾ പറഞ്ഞുപോയ ചരിത്രം നമുക്ക് പറയാനില്ല. മലർത്തിക്കിടത്തി നെഞ്ചത്ത് കല്ലുകൾ കയറ്റിവെച്ച് തൗഹീദിന്റെ വിളംബരം നടത്തിയതിന്റെ പേരിൽ മാത്രം കാലിൽ കയറിട്ട് കുട്ടികൾക്ക് കളിക്കാൻ കൊടുത്ത ചരിത്രം നമുക്ക് പറയാനില്ല. നമ്മൾ കയറി വന്നപ്പോ അല്പം മണൽത്തരികൾ വാരി എറിഞ്ഞത് മാത്രമേ നമുക്ക് ത്യാഗമായി പറയാനുള്ളൂ. അല്ലേ? മുൻഗാമികൾ ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. നമ്മള് അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ ഈ ത്യാഗത്തിന്റെ കഥ പറയുന്നത് ഇങ്ങനെയാണ്. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും. എങ്ങനെ കൃത്യമായി അല്ലാഹു തആല പറയുകയാണ്, വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ വസുൽസിലു ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. അല്ലാഹു തആല ഖുർആനിൽ പറയുകയാണ്, മുൻഗാമികളുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സ്വർഗത്തിലേക്ക് അങ്ങ് വെറുതെ അങ്ങ് കയറിപ്പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ ചോദിക്കുകയാണ്. മുൻഗാമികൾ സഹിച്ച ത്യാഗം ഓർമ്മിപ്പിക്കുകയാണ്. ഏറെ പ്രയാസങ്ങൾ, ഏറെ ദുരിതങ്ങൾ, ഏറെ കെടുതികൾ അവരേൽക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രവാചകൻ ചോദിച്ചു പോയി, അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു പോയി. പോരാ, പ്രവാചകന്റെ കൂടെയുള്ള ആളുകളും വല്ലദീന ആമനൂ മഅഹു, വിശ്വാസത്തിൽ തന്റെ കൂടെ ഉറച്ചു നിന്ന വിശ്വാസികളും ചോദിച്ചു പോയി. എന്താ ചോദിച്ചത്? മതാ നസ്റുല്ലാഹ്, എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം? ശരീരത്തിന്റെ പുറഭാഗത്തു നിന്ന് ചുട്ടുപടുത്ത മണലിൽ കൊണ്ടുപോയി കിടത്തി, തീക്കനലുകൾ വെച്ച് അതിന്റെ മുകളിൽ മലർത്തിക്കിടത്തി, ശരീരത്തിൽ നിന്ന് മാംസം ഇങ്ങനെ പറഞ്ഞുപോയി, ശരീരത്തിൽ ഓട്ടകളായി, എല്ലിങ്ങനെ പുറത്തേക്ക് കണ്ടു നിന്നപ്പോ അള്ളാഹുവിന്റെ പ്രവാചകരെ, ഇനിയും അള്ളാഹുവിന്റെ സഹായം ഞങ്ങൾക്കില്ലേ എന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരോട് എന്തു ത്യാഗമാണ് നമ്മൾ സഹിച്ചത് എന്ന് ചോദിക്കുന്നത് രംഗം നമുക്ക് തഫ്സീറുകളിൽ കാണാൻ പറ്റും.
കാത്തിരിക്കണം ക്ഷമയോടുകൂടി എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നുണ്ട്. ഒരു യുദ്ധം കഴിഞ്ഞു സഹാബ റളിയല്ലാഹു അൻഹും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മടങ്ങുമ്പോ ഒരു സ്ഥലത്ത് വിശ്രമിക്കാനിരുന്നപ്പോ സഹാബികളൊക്കെ പൊട്ടിപ്പോയ വാളിങ്ങനെ കയ്യിൽ പിടിച്ച് അതൊക്കെ തുടച്ച് കാലിലേറ്റ മുറി അതൊക്കെ ഒന്ന് നോക്കി കഴുകി വൃത്തിയാക്കി അവിടെ ഇരിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരോട് പറഞ്ഞു, ഒരുങ്ങണേ, നാളെയുടെ പടച്ചവന്റെ കോടതിയിൽ ചോദ്യമുണ്ട്, ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ നിങ്ങൾ ഒരുങ്ങണേ എന്ന് പറഞ്ഞപ്പോ യുദ്ധം കഴിഞ്ഞ് കാലിന് വെട്ടേറ്റ് കാലിന്റെ മുറിവിങ്ങനെ പതുക്കെ കയ്യിലുള്ള തുണിക്കഷ്ടം കൊണ്ട് തുടച്ച് വൃത്തിയാക്കുന്ന സമയത്ത് പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ അവരോട് പറയാ, ഒരുങ്ങണേ, നാളെ ചോദ്യമുണ്ട് റബ്ബിന്റെ കോടതിയിൽ, ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഒരുങ്ങണേ എന്ന് പറഞ്ഞപ്പോ സഹാബ കിറാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എന്തൊരുക്കമാണ് ഞങ്ങൾ നടത്തേണ്ടത്? നിങ്ങൾ നല്ല നല്ല സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ. ഇതൊക്കെ ഒരു ത്യാഗമാണ് എന്ന് നമ്മുടെ മനസ്സ് പറയുന്നുണ്ടോ? ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ത്യാഗമല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ തൗഹീദ് എത്താത്ത ദ്വീപുകളിലേക്ക് തൗഹീദ് എത്തിക്കുക എന്നത് ത്യാഗം തന്നെയാണ്. പക്ഷെ ഇതൊക്കെ ഒരു വലിയ ത്യാഗമായി എനിക്കും നിങ്ങൾക്കും തോന്നുന്നുണ്ടോ പ്രിയപ്പെട്ടവര്? നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റു നിന്ന് അതേ തൊണ്ടവേദന പ്രശ്നമാക്കാതെ, നെഞ്ചുവേദന പ്രശ്നമാക്കാതെ 1 മണിക്കൂറും 1.5 മണിക്കൂറും ഞങ്ങൾ വാക്കുകൾ പ്രിയപ്പെട്ടവരെ നിർത്തിവെക്കാതെ നിങ്ങളുടെ മുമ്പിൽ ഈ സമൂഹം ശ്രദ്ധിക്കട്ടെ എന്ന് വിചാരിച്ച് പറയുന്നത് ഒരു ത്യാഗമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല പ്രിയപ്പെട്ടവരെ, ഇതൊന്നും ഒരു ത്യാഗമല്ല. മുൻഗാമികളുടെ ത്യാഗങ്ങളെ പരിശോധിക്കുമ്പോ ഇവിടെ പറഞ്ഞില്ലേ, ഞങ്ങളുടെ അധ്യക്ഷൻ ഇന്നലെ 1 മാസം 2 മാസം സംസം വെള്ളം മാത്രം കുടിച്ച് കാരക്ക മാത്രം കടിച്ച് അള്ളാഹുവിന്റെ പ്രവാചകനെ കാണാൻ വേണ്ടി കാത്തിരുന്ന സഹാബികളുടെ ചരിത്രത്തെ ഓർത്തില്ലേ? ഈ സന്ദർഭത്തിൽ എന്തായിരുന്നു അവരുടെയൊക്കെ സഹിച്ച ത്യാഗങ്ങൾ? അങ്ങനെ ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു ദ്വീപുതല സമ്മേളനത്തിന് വന്ന് ഈ സമ്മേളനം ആവേശത്തോടുകൂടി കണ്ട് അവിടെ പ്രസംഗങ്ങളെ വിലയിരുത്തി നല്ല പ്രസംഗമായിരുന്നു എന്ന് മാർക്കിട്ട് തിരിച്ചു പോകാനുള്ളതല്ല. ഈ സമ്മേളനം ത്യാഗത്തിന്റെ ത്യാഗോജലമായ പ്രായോഗികമായ പ്രവർത്തന മേഖലയിലേക്ക്, പ്രവർത്തന ഗോതയിലേക്ക്, ദഅവത്തിന്റെ ഉജ്ജ്വലമായ മേഖലയിലേക്ക് ഇറങ്ങാൻ തീരുമാനമെടുക്കാനുള്ളതാണ് ഈ സമ്മേളനം. നിങ്ങൾ ചെലവഴിച്ച 10,000-ങ്ങളും ലക്ഷങ്ങളും വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടിയുള്ളതല്ല, ദഅവത്തിന്റെ പ്രോജ്വലമായ മുഖത്തെ വെട്ടിത്തെളിയിക്കാനുള്ളതാണ് എന്ന് ഞാനും നിങ്ങളും ഓർക്കണം. ദീർഘമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചില ഹദീസുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്ന ചില വാചകങ്ങളുണ്ട്. അതേ, മനുഷ്യലോകം എന്ന് പറയുന്നത് യുഹിബ്ബൂന ദുനിയ, അവർ ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെടുകയാണ്. വയൻസൗനൽ ആഖിറ, പരലോകത്തവർ മറന്നു പോകുകയാണ്. യുഹിബ്ബൂനൽ മാല, അവർ സമ്പത്തിനെ വല്ലാതെ ഇഷ്ടപ്പെടുകയാണ്. വയൻസൗനൽ ഹിസാബ്, വിചാരണയെ അവർ മറന്നു പോവുകയാണ്. ആദ്യം പറഞ്ഞത് എന്താ? ദുനിയാവിനെ അവർ വല്ലാതെ ഇഷ്ടപ്പെടുകയാണ്, പരലോകം എന്നത് മറന്നു പോവുകയാണ്. ഇവിടുത്തെ പണ്ഡിതന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ദുനിയാവിൽ കിട്ടുന്ന ലാഭം കണ്ടുകൊണ്ട് പാവപ്പെട്ട ഈ മുസ്ലിങ്ങൾ ഉണ്ടല്ലോ, ഈ കിൽത്താൻ ദ്വീപ് പോലെയുള്ള ദ്വീപിലെ പാവപ്പെട്ട നിഷ്കളങ്കരായ നിഷ്കാപ്പറ്റരായ നിങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇവരൊക്കെ ആലിമീങ്ങളാണ്, ഇവരൊക്കെ വലിയ തങ്ങന്മാരാണ്, ഇവരൊക്കെ വലിയ ഖാദിമാരാണ്, ഇവരൊക്കെ വലിയ നായിബ് ഖാദിമാരാണ്, ഇവർ അള്ളാന്റെ ഖുർആനാ പറയുന്നത്, ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാ ഈ സംസാരം എന്ന് വിചാരിച്ച് നിങ്ങളുടെ മുമ്പിൽ ചമ്രം പടിഞ്ഞിരിക്കുന്ന ഈ പാവപ്പെട്ട ദ്വീപിലെ മക്കൾക്ക് മുമ്പിൽ നിങ്ങൾ അള്ളാഹുവിന്റെ ദീന് തെറ്റിച്ചു പറഞ്ഞു കൊടുത്താൽ വെറുതെ വിടില്ല നിങ്ങളെ പരലോകത്ത്. അള്ളാഹു വെറുതെ വിടില്ല നിങ്ങളെ അള്ളാഹുവിന്റെ കോടതിയിൽ. ഇവിടുത്തെ ലാഭം കൊതിച്ച് ഇവിടുത്തെ ചില ലാഭങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് താൽക്കാലികമായി പിടിച്ചു നിൽക്കാൻ, നിങ്ങളുടെ വീടും കുടുംബവും നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയും കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പാവപ്പെട്ട ഉമ്മത്തിനെ നിങ്ങൾ തെറ്റിച്ച് സഞ്ചരിപ്പിച്ചാൽ പരലോകത്ത് രക്ഷപ്പെടുമെന്ന് ഒരിക്കലും നിങ്ങൾ വ്യാമോഹിക്കരുത്. നാളെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന കോടതിയിൽ, പടച്ചവന്റെ കോടതിയിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയണം. അതുകൊണ്ട് ഈ സമ്മേളനത്തിലെത്തിയവരോടും ദൂരെ നിന്ന് കേൾക്കുന്നവരോടും പറയുകയാണ്, പണ്ഡിതന്മാർ വിശദീകരിച്ചു തരികയാണ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ദുനിയാവിനെയാണ്, നിങ്ങൾ മറന്നു പോകുന്നത് പരലോകത്തെയാണ്. യുഹിബ്ബൂനൽ മാൽ, നിങ്ങൾ സമ്പത്തിനെയാണ്, പണത്തിനെയാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷേ വയൻസൗനൽ ഹിസാബ്, ആ മനുഷ്യന്മാർ വിചാരണയെ മറന്നു പോവുകയാണ്. വയുഹിബ്ബൂനൽ ഖൽഖ, അതേ സൃഷ്ടികളെയാണ് അവർ ഇഷ്ടപ്പെടുന്നത്. പക്ഷെ വയൻസൗനൽ ഖാലിഖ്, സൃഷ്ടാവിനെ അവർ മറന്നു പോവുകയാണ്. ഇവിടെ വരും ആ പ്രസംഗങ്ങളിൽ ബഹുമാന്യനായ ഹുസൈൻ സലഫിയുടെ സംസാരത്തിൽ തൗഹീദിന്റെ മർമ്മപ്രധാനമായ, ഇന്ന് മുസ്ലിം ലോകം എത്തി നിൽക്കുന്ന അതിന്റെ മർമ്മപ്രധാനമായ ഭാഗങ്ങളിലൂടെ കടന്നു പോകും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ വാചകം നിങ്ങളൊന്ന് ഓർത്തുകൊള്ളണം. എന്ത്? യുഹിബ്ബൂനൽ ഖൽഖ്,
സൃഷ്ടികളെയാണ് പലരും ഇഷ്ടപ്പെടുന്നത്. വയൻസൗനൽ ഖാലിഖ്, സൃഷ്ടാവിനെ അവർ മറന്നു പോവുകയാണ്. വയുഹിബ്ബൂന ദുനൂബ്, പാപങ്ങൾ ആളുകൾ ഇന്ന് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മദ്യത്തെ ഇഷ്ടപ്പെടുകയാണ്, വ്യഭിചാരത്തെ ഇഷ്ടപ്പെടുകയാണ്, അല്ലേ, ലിബറലിസത്തെ ഇഷ്ടപ്പെടുകയാണ്. എന്റെ ബോഡി മൈ ചോയ്സ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഞാൻ എന്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരന്റെ കൂടെ എന്റെ ശരീരം നൽകും, ചോദിക്കാൻ ആരുണ്ട് എന്ന് വിളിച്ചു പറയുകയാണ്. ആണും ആണും തമ്മിൽ കല്യാണം, പെണ്ണും പെണ്ണും തമ്മിൽ കല്യാണം. അപ്പൊ പറയുന്നു ലോകത്തോട്, അത് ഞങ്ങളുടെ ഇഷ്ടമാണ്, എതിർക്കാൻ ആരുണ്ട്? ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്ന് ചോദിക്കാൻ ഒരുപക്ഷെ അവർക്ക് ചാനലുകളിൽ അവസരം കൊടുക്കാൻ ആളുകൾ ഉണ്ടായേക്കാം. ദുനൂബുകൾ അവർ ഇഷ്ടപ്പെടുകയാണ്. വയൻസൗന തൗബ, അവർ തൗബയെ മറന്നു പോവുകയാണ്. തെറ്റിലേക്ക് വന്നു വീണാൽ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്, ഇരുട്ടും വെളിച്ചവുമില്ലാത്ത റബ്ബ്, പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഇല്ലാത്ത റബ്ബ്, അല്ലെ, കാലങ്ങൾക്കപ്പുറം നിൽക്കുന്ന റബ്ബ്, ആ റബ്ബ് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അവന്റെ മുമ്പിലേക്ക് കരങ്ങൾ ഉയർത്തി പശ്ചാത്തപിച്ചു മടങ്ങാൻ, ഇല്ല റബ്ബെ തെറ്റുപറ്റിപ്പോയി നാഥാ, ഞാനിതാ പശ്ചാത്തപിച്ചു മടങ്ങുന്നു റബ്ബെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലോകരക്ഷിതാവായ റബ്ബ് ആരുമുണ്ടാവില്ല. അന്നത്തെ ദിവസം യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമഇദിൻ ബിബനീഹ്, മക്കളെ പകരം തരാമെന്ന് അവിടെ വെച്ച് കുറ്റവാളികൾ പറയുന്ന ദിവസമാണത്. എങ്ങനെ എന്റെ മക്കളെ നരകത്തിലേക്ക് ഇട്ടിട്ട് എന്നെ രക്ഷപ്പെടുത്തുമോ എന്ന് ആളുകൾ ചോദിച്ചു പോകുന്ന ദിവസമാണത്. മക്കളെ പകരം തരാം, വസ്വഹിബതിഹി വഅഖീഹി, എന്റെ ഭാര്യയെ പകരം തരാം, എന്റെ സഹോദരങ്ങളെ പകരം തരാം, പോരാ ഫഫസീലതിഹി ലതി തുവി, അടുത്ത ബന്ധുക്കളെ പകരം തരാം, വമൻ ഫിൽ അർളി ജമീഅ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും പകരം തരാം. എന്നിട്ട് ചോദിക്കുന്നത് എന്താ? സുമ്മ യുൻജി, അവൻ ആഗ്രഹിക്കുകയാണ് ഇവരൊക്കെ കൊടുത്തിട്ട് വാപ്പയെ, ഉമ്മയെ, ഭാര്യയെ, മക്കളെ, സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഈ നരകത്തിലേക്ക് എറിഞ്ഞിട്ടാണെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് കുറ്റവാളികൾ കൊതിച്ചു പോകുന്ന ദിവസമാണ്. അല്ലാഹ് ആ ആയത്ത് കഴിഞ്ഞിട്ട് പറയുന്നത്, കല്ലാ, അങ്ങനെ ഒരു മോഹത്തിന്റെ ആവശ്യമില്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല ആ നരകമെന്ന് പറയുന്നത്. എടോ, ഇതിനൊക്കെ അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ആലോചിക്കാൻ സമയമുണ്ടായിരുന്നു, ചിന്തിക്കാൻ സമയമുണ്ടായിരുന്നു, പഠിക്കാൻ അവസരമുണ്ടായിരുന്നു. ഈ കിൽത്താനിന്റെ ദ്വീപില് ഇന്ന് ഈ സമ്മേളനങ്ങൾ ഇന്നലെയും മിനിഞ്ഞാന്നും ബഹുമാന്യനായ ഹുസൈൻ സലഫിയുടെ സംസാരം മുടിക്ക് കേട്ടിട്ട് നാളെ പടച്ചവന്റെ കോടതിയിൽ ചെന്ന് നിന്ന് നിങ്ങൾക്ക് പറയാനാകുമോ, ഞങ്ങൾക്കറിയില്ലായിരുന്നു റബ്ബേ, ഞങ്ങൾക്കറിയില്ലായിരുന്നു റബ്ബേ, ഞങ്ങളൊരു കിൽത്താൻ എന്ന് പറയുന്ന ഒരു കൊച്ചു ദ്വീപിൽ ഒറ്റപ്പെട്ട് ജീവിച്ചവരായിരുന്നു, അവിടേക്ക് അല്ലാഹുവേ നിന്റെ വഹദാനിയത്തെത്തിക്കാൻ ആരും വന്നിട്ടില്ലായിരുന്നു റബ്ബേ എന്ന് പറയാൻ സാധ്യമല്ല. ഇത് കേട്ട ഈ ദ്വീപിലെ മുഴുവൻ ഒരു മനുഷ്യർക്കും എന്ന് ഞങ്ങൾ പടച്ചവനെ സാക്ഷി നിർത്തി പറയുകയാണ്. അല്ലാഹു തആല ഈ ആയത്തിന്റെ തുടർച്ചയായി പറഞ്ഞത്, കല്ലാ ഇന്നഹാ ലല്ലാ നസ്സാഅത്തൻ ലിശ്ശബാ, തുടർന്നു പോവുകയാണ്. തലയോട്ടി അതിന്റെ മുകൾ പരപ്പില് ഈ തൊലികൾ വരെ ഇങ്ങനെ ഉരുകിയൊലിക്കുന്ന, കത്തിജ്വലിക്കുന്ന നരകം. പ്രിയപ്പെട്ടവരെ, ആ നരകം മുന്നിലുണ്ട്. കുടിക്കാൻ അല്പം വെള്ളം തരുമോ റബ്ബേ എന്ന് നരകത്തിലെ മനുഷ്യർ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് അപേക്ഷ നടത്തുമ്പോ അല്ലാഹു തആല പാറാവുകാരോട് പറയുന്നത്, ആ നരകത്തിന്റെ അടിഭാഗത്ത് കെട്ടിക്കിടക്കുന്ന തിളച്ചു മറിയുന്ന വെള്ളമുണ്ട്, മനുഷ്യ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങിയ നീര്, ചോര, ജലം, ഇത് കൂടിക്കലർന്ന ഒരു മഞ്ഞ നിറത്തിലുള്ള വെള്ളം. വയുസ്ഖാ മിമ്മാഇൻ സദീദ്, വയുസ്ഖാ മിമ്മാഇൻ സദീദ് എന്ന് പ്രിയപ്പെട്ടവരെ, എങ്ങനെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് പരിശുദ്ധ ഖുർആനിലൂടെ പ്രഖ്യാപിക്കുകയാണ്, മനുഷ്യ ശരീരത്തിലെ ആ ചോരയും നീരും ചലവും കലർന്ന ആ മഞ്ഞ നിറത്തിലുള്ള വെള്ളം കുടിപ്പിക്കുമെന്ന് പറയുന്ന കത്തിജ്വലിക്കുന്ന നരകം. പ്രിയപ്പെട്ടവരെ, ആ നരകത്തിൽ ആ വെള്ളം കുടിപ്പിക്കുന്ന ഒരവസ്ഥയെ കുറിച്ച് ആലോചിച്ചു നോക്കൂ നിങ്ങള്. അതുകൊണ്ട് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്, ഞാനും നിങ്ങളും കൊതിക്കുന്നത്, ഞാനും നിങ്ങളും മോഹിക്കുന്നത്. അത് സമൂഹത്തിലെത്തിക്കാനാണ് നമ്മൾ ഈ അർത്ഥത്തിൽ ഒരു സമ്മേളനം നിങ്ങളുടെ മുമ്പാകെ വിളിച്ചിട്ടുള്ളത്. മർമ്മപ്രധാനമായ അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിന്റെ വിഷയങ്ങളാണ് ഇനി നിങ്ങളുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സാഗൂതം അത് ശ്രദ്ധിക്കുകയും സാഗൂതം അത് ചെവി കൊടുക്കുകയും ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വിഷയത്തെ ഗൗരവമായി പഠിക്കണം, മനസ്സിലാക്കണം, ചിന്തിക്കണമെന്ന് നിങ്ങളുടെ മുമ്പാകെ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സർവശക്തനായ അള്ളാഹു ഇവിടെ എത്തിയ
മുഴുവൻ ദായിമാർക്കും അല്ലാഹു തആല ഇൽമു നൽകുമാറാകട്ടെ, ആഫിയത്ത് നൽകുമാറാകട്ടെ, ദീർഘായുസ് നൽകുമാറാകട്ടെ. ഇതിന്റെ സംഘാടകരായി മാറിയ ഓരോ സഹോദരങ്ങൾക്കും ഓരോ സഹോദരിമാർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കിൽത്താറിന്റെ ചരിത്രത്തിൽ എഴുതി ചേർക്കുന്ന ഒരു സമ്മേളനമായി ഈ സമ്മേളനത്തെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഇത്രയും പ്രയാസം സഹിച്ച് ഇതിന്റെ സംഘാടകരായ നിഷ്കളങ്കരായ നിന്റെ അടിമകളാകുന്ന ഈ തൗഹീദിന്റെ കൊച്ചു വക്താക്കൾ ഈ സംഘടിപ്പിച്ച സമ്മേളനത്തിന് ഏറ്റവും നല്ല റിസൾട്ട് നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. ഏറ്റവും നല്ല സൽഫലങ്ങൾ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, മറ്റു ദ്വീപുകളിൽ നിന്ന് വെസലും കപ്പലും ഇല്ലാതിരുന്നിട്ടും കൊച്ചു ബോട്ടുകളിലൂടെ കടന്നു വന്ന് ഈ സമ്മേളനത്തെ വീക്ഷിക്കാൻ, ഈ സ്റ്റേജിലെത്താൻ മോഹിച്ചവർ, ആഗ്രഹിച്ചവർ, അല്ലാഹുവേ, അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ആയത്ത് ഓതിയപ്പോൾ അദാബി യൗമ ഇതിന്നാണ് ഓതിയതെന്നാണ് സ്റ്റേജിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. അവിടെ യൗമ ഇതിന്നാണ്, അത് തെറ്റിയാണ് ഓതിയിട്ടുള്ളത്. അത് തിരിച്ചു വായിക്കണമെന്ന് അറിയിക്കുന്നു. ജസാക്കുമുല്ലാഹു.